ശരിക്കും ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ഒരു വണ്ടിയാണ് അമേസ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. CVT വരുന്ന ഓട്ടോമാറ്റിക് വണ്ടി. ഇത് മാത്രമാണ് ഇപ്പോൾ ഒരു എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്. ചെറിയൊരു വണ്ടി. ഇതിപ്പോ C220D അല്ലേ? C ക്ലാസ്. അതായത് ഏറ്റവും പുതിയ ഷേപ്പിൽ വന്ന വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ക്രെറ്റ ന്യൂ ഷേപ്പ് വണ്ടി അല്ലേ? ഏതാ മോഡല്? നിലവിലിപ്പോൾ 2 വർഷത്തോളം വെയിറ്റിംഗ് പീരീഡ്. അതായത് ഇന്ന് നിങ്ങൾ ബുക്ക് ചെയ്താൽ ഓൾമോസ്റ്റ് ഒരു 2 വർഷം കൊണ്ട് ഈ വണ്ടി പുതിയതൊരെണ്ണം നിങ്ങൾക്ക് കിട്ടുള്ളൂ. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ബുക്കിംഗ് നിർത്തി വെച്ചിട്ട് കുറച്ചായിട്ടുണ്ട്. ഇതേതാ മോഡല്? സ്വിഫ്റ്റ് 2021 എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 31/8/2021. പിന്നെ കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ചധികം കിടിലൻ വണ്ടികൾ കാണിച്ചു തരാം. അത് കിടിലൻ ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ലോ ബഡ്ജറ്റ് വണ്ടികളായിട്ട് നിങ്ങളെ കാണിക്കാൻ ഇവിടെ ഒന്നും തന്നെ ഇല്ല. അതായത് എല്ലാത്തിനും ഏകദേശം ഒരു 5 ലക്ഷം രൂപേൻ്റെ മേലെ, 5 ലക്ഷം മുതൽ ഒരു 1 കോടി രൂപ വരെ വില വരുന്ന വണ്ടികൾ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഷോറൂം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ ഹൈലൈൻ യൂസ്ഡ് കാർസിലാണ് കേട്ടോ. ഹൈലൈൻ യൂസ്ഡ് കാർസിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഞാനെന്ന് പറഞ്ഞാൽ അതായത് കോഴിക്കോട് ജില്ലയിൽ മാങ്കാവ് ബീഞ്ചന്ത ബൈപ്പാസിൽ തിരുവണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എക്സാക്ട് നമ്മുടെ ഹൈലൈൻ യൂസ്ഡ് കാർസ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങളെ കാണിക്കാനുള്ള വണ്ടികൾ നിങ്ങൾക്ക് ഇതേപോലെ ഏകദേശം കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇതേപോലത്തെ C220 അതായത് പുത്തൻ പുതിയ വണ്ടികളൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റാത്ത വണ്ടികൾ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. സ്വിഫ്റ്റും അതുപോലെ തന്നെ ഡസ്റ്റർ, അമേസ് അങ്ങനത്തെ കുറച്ച് വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ്. എന്നിരുന്നാലും കൂടുതലും നമുക്ക് ഇവിടെ നിന്ന് നിങ്ങളെ കാണിക്കുന്നതിൽ കുറച്ച് ബഡ്ജറ്റ് കൂടിയ വണ്ടികളാണ് കേട്ടോ. അപ്പോൾ വളരെ അതായത് നമ്മളിപ്പോൾ ഒരു 5 ലക്ഷം രൂപ താഴേക്ക് വണ്ടി നോക്കുന്നവരാരും തന്നെ ഈ ഒരു വീഡിയോ കാണണമെന്ന് ഞാൻ പറയില്ല. നല്ല വണ്ടികൾ, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഷോറൂമിൽ പോയിട്ടൊരു വണ്ടി കണ്ടാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ഇവിടെ കിടക്കുന്ന വണ്ടികളെല്ലാം ഉള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് തരുന്നത് നമുക്ക് ശ്യാംബ്രോ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? കുറേ നല്ല അടിപൊളി വണ്ടികൾ വന്നിട്ടുണ്ട് അല്ലേ? പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞു, അതായത് നല്ല ക്വാളിറ്റിയുള്ള പുതിയ വണ്ടികൾ എല്ലാം ഒക്കെ കിലോമീറ്റർ കുറവും മോഡൽ കൂടിയ വണ്ടികളാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ വണ്ടികളൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു ഷോറൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു പുതിയ വണ്ടി നോക്കുമ്പോൾ എങ്ങനെയാണോ കാണുക അങ്ങനെ ഉണ്ട് അല്ലേ? ഏകദേശം എല്ലാം തന്നെ ക്വാളിറ്റി കൂടിയ വണ്ടികൾ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മാക്സിമം ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തോളൂ. ഇതുപോലത്തെ നല്ല വണ്ടികളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ. ഷെയർ കൂടി ചെയ്തോട്ടെ അല്ലേ? മാക്സിമം ഷെയർ ചെയ്തോട്ടോ, മാക്സിമം എല്ലാവരുടെയും കയ്യിലെത്തും. അപ്പോൾ അതായത് നമ്മുടെ ഹൈലൈൻ യൂസ്ഡ് കാർസിൽ ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഷോറൂമിൽ ഇപ്പോൾ സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒറ്റ വണ്ടിയുള്ളൂ അല്ലേ? അതെ, ഇത് മാത്രമാണ് ഇപ്പോൾ ഒരു എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ചെറിയൊരു വണ്ടി. അതായത് നമ്മുടെ ഹ്യുണ്ടായിന്റെ i10 ആണ് കേട്ടോ. i10 ഏതാ മോഡൽ? ഗ്രാൻഡ് i10 2019 മോഡൽ. 19 എത്ര ഓടിയിട്ടുണ്ട് ബ്രോ? 50,000 കിലോമീറ്റർ ഓടി. 50. നമുക്ക് ഈ 50 ഒക്കെ ഓടുമ്പോൾ അതിന്റെ കറക്റ്റ് ഹിസ്റ്ററി ഒക്കെ കൊടുത്തൂടെ? കമ്പനി ഹിസ്റ്ററിയാണ് ഫുൾ ഹിസ്റ്ററി ഉണ്ട് അല്ലേ? എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇത് കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? പിന്നെ ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ. അതിന്റെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്കാണ് ചെയ്തിട്ടുണ്ട്. യൂസ് ആണ്, സിംഗിൾ ഓണർ ആണ് അല്ലേ? അത്യാവശ്യം നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് ഏതാ ശരിക്കും വേരിയന്റ് ഏതാ? ഇത് മാഗ്ന ആകുമ്പോൾ സിംഗിൾ എയർ ബാഗ് വരില്ലേ ഇതില്? 2 എയർ ബാഗ് വരും. 2 എയർ ബാഗ് കമ്പനി സെറ്റ് വരും. സ്റ്റിയറിംഗിന്റെ മുകളിൽ കൺട്രോളിംഗ് ഒക്കെ വരും അല്ലേ? അതായത് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അലോയ് വീൽസ് ഇല്ല, അങ്ങനെയുള്ള 1-2 കാര്യങ്ങളുടെ കുറവ് മാത്രമേ ഉള്ളൂ. പിന്നെ കീലസെന്ററിയും മട്ടൺ സ്റ്റാർട്ടൊക്കെ ആസ്റ്റയിലേക്കേ വരുള്ളൂ. പിന്നെ ഒരു റീപ്ലേസും ഇല്ലല്ലോ അല്ലേ? റീപ്ലേസ് ഒന്നുമില്ല, പക്ക വണ്ടി ഒന്നുമില്ല. സിംഗിൾ ഓണർ. എന്താ വില വയ്ക്കുന്നത്? ഇത് 4.50. 2019 മോഡൽ വണ്ടിയാണ്. പിന്നെ 4.5 ലക്ഷം രൂപ മാക്സിമം നെഗോഷ്യബിൾ ആയി കൊടുക്കൂലേ? അതായത് ഞാൻ എല്ലാവരോടും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടാണ് വരുന്നെങ്കിൽ ഇവിടെ വരുമ്പോൾ റോഡ് മാസ്റ്ററിന്റെ വീഡിയോ കണ്ടിരുന്നു എന്ന് പറഞ്ഞോളൂ. ചിലപ്പോൾ ഇവരിവിടെ ചിലപ്പോൾ ഒരു 4.60 4.70 ഒക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വീഡിയോയിൽ നമ്മൾ കുറച്ച് പറഞ്ഞിട്ട് നിങ്ങൾ വരുമ്പോൾ കൂടുതൽ വില പറയാമെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. വീഡിയോ കണ്ടാണ് വരുന്നെങ്കിൽ വീഡിയോ കണ്ടാന്ന് പറയാം. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ റേറ്റിൽ നല്ല രീതിക്ക് തന്നെ കുറച്ച് തരും. ലോൺ ഫുൾ ലോണൊക്കെ കയറുമോ? ഫുൾ ലോണല്ല, ഒരു 70-80% ലോൺ വരും. ഒരു 4 ലക്ഷം രൂപ എന്തായാലും കയറില്ല. 4 കയറും അല്ലേ? ഒരു 50,000 രൂപേൻ്റെ ഉള്ളിൽ കൈ കൊണ്ടാൽ നിങ്ങൾക്ക് ഇത് എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ അടിപൊളി ഒരു വെൻഡോ ഉണ്ടല്ലോ. വെൻഡോ ഏതാ മോഡൽ? 2021 ഓ, പുതുപുത്തൻ വണ്ടിയാ അല്ലേ? 21 എനിക്ക് തോന്നുന്നത് പെട്രോൾ ആയിരിക്കും അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് DSG അല്ലേ വരിക? അതായത് നമ്മുടെ പോളോന്റെ GT എന്ന് പറയുന്ന പിന്നെ ഇതിന് ഡിക്കി വരുന്നേ ഉള്ളൂ. അതെ, ക്വാളിറ്റിയാണ് മെയിൻ. നല്ല പുതുപുത്തൻ വണ്ടിയാണ് കേട്ടോ. 2021. ഇത് എത്ര ഓടിയിട്ടുണ്ട് ബ്രോ? ഇത് 21. ആ 21 ഹിസ്റ്ററി കിട്ടില്ല നമുക്ക്? കമ്പനി ഹിസ്റ്ററി ഉണ്ട് അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ആക്സിഡന്റ് റീപ്ലേസ് ഉള്ളതൊന്നുമില്ല. പിന്നെ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ നോർമലി വന്നിട്ടുണ്ടാവും അല്ലേ? ബോഡി സൈഡിലേക്ക് ഉണ്ടോ? ബോഡിയിലേക്ക് കയറിയിട്ടൊന്നും ബോഡിയിലൊന്നുമില്ല. ചെറിയ സ്ക്രാച്ചുകൾ, ചെറിയ ബമ്പർ കോർണർ കാര്യങ്ങൾ ടച്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇത് ഏറ്റവും ഫുൾ ഓപ്ഷനാ?
ഏറ്റവും ഫുൾ ഓപ്ഷൻ ഹൈലൈൻ പ്ലസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. പിന്നെ പെട്രോളിന് എന്ത് മൈലേജ് കിട്ടും ഏകദേശം? ഇതിനൊക്കെ എന്തായാലും ഒരു 14-15 ചോടായിട്ട് എന്നുള്ള മൈലേജ് ഒരു 10 മുതൽ 15 ഇടയിൽ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് കിട്ടും അല്ലേ? പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു 20 സംതിങ് ഓടിയ ടയർ അല്ലേ? ക്ലീൻ വണ്ടി, അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് എന്താ? പ്രൈസ് 11,50. 11,50,000 രൂപ. അത് പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? നെഗോഷ്യബിൾ, ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. 21 മോഡൽ ഉള്ളതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത്. അതും പെട്രോൾ ഓട്ടോമാറ്റിക് DSG, വളരെ ലോ കിലോമീറ്റർ വണ്ടിയും കൂടിയാണ് കേട്ടോ. കോൺടാക്ട് ചെയ്തോളൂ, നല്ല ക്വാളിറ്റി വണ്ടി നോക്കുന്നവർ. അതുപോലെ തന്നെ അൾട്ടീസ് ന്യൂ ഷേപ്പ് അല്ലേ? ന്യൂ ഷേപ്പ് 2017 മോഡൽ. 17 എത്ര ഓടിയുണ്ട്? ഇത് 76 ഓടി. 76 അത്യാവശ്യം ഓടി ഉണ്ട് അല്ലേ? ഇത് ഡീസൽ ആയിരിക്കും അല്ലേ? ഡീസൽ മാനുവൽ. അത് എന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നല്ല മൈലേജ് ആയിരിക്കും. നല്ല മൈലേജ്, അതുകൊണ്ടാണ് ഇത്രയും ഓട്ടം കൂടി വരുന്നത്. പിന്നെ ഹിസ്റ്ററി ഒക്കെ കിട്ടുമല്ലോ അല്ലേ? കമ്പനി G ആണ് ഓപ്ഷൻ. G എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ? അത്യാവശ്യം വേണ്ടുന്ന എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടാവും, ഇൻക്ലൂഡിംഗ് സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരും കേട്ടോ. പിന്നെ മിറർ ഫോൾഡിംഗ് വരും, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അലോയില് കാര്യങ്ങൾ എല്ലാം വരും അല്ലേ? ഇതെനിക്ക് തോന്നുന്നു ടയറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നല്ല കട്ടയുള്ള ടയർ തന്നെയാണ്. സെക്കൻഡ് ടയറോ തേർഡ് ടയറോ എന്തെങ്കിലും ആയിരിക്കും അല്ലേ? എന്താ പ്രൈസ് വരുന്നത്? ഇത് വരുന്നത് 14,60. 14,60 നെഗോഷ്യബിൾ ആണല്ലോ? നെഗോഷ്യബിൾ ആയി, ചെറുതായിട്ട്. ഇത് പുതിയ എനിക്ക് 20 മേലെ വില വരുന്നുണ്ട് അല്ലേ? 22 സംതിങ് വരുന്നുണ്ട്. ഓക്കെ, 14,60,000 രൂപ ഇവരുടെ ആസ്കിംഗ് പ്രൈസ് മാത്രമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു മാക്സിമം നെഗോഷ്യബിൾ ആണ്. നമ്മൾ ലോണിന്റെ കാര്യം പറയാൻ മറന്നുപോയി ആ വണ്ടിയിൽ. ആ വെൻഡോയിൽ നമുക്ക് എത്ര ലോൺ? നമുക്ക് ഒരു 10 ലക്ഷം രൂപ വരെ മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? അത് അതിന് മേലേക്ക് പ്രൊഫൈലൊക്കെ പക്കയാണെങ്കിൽ കയറും. പിന്നെ IT ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഫുൾ ലോൺ തന്നെ കിട്ടും. കാരണം 21 മോഡൽ ഉണ്ട്. അതുകൊണ്ട് IT ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നോക്കിക്കോളൂ, ഫുൾ ലോൺ തന്നെ കിട്ടും. ഇതിന് നമുക്ക് എത്ര ലോൺ കിട്ടും? ഇതിനൊക്കെ ഒരു 12 സംതിങ് 13 ഉള്ളിലായിട്ട് കിട്ടും അല്ലേ? ഓക്കെ, അപ്പോഴും നമ്മൾ ഏകദേശം 1.5 ലക്ഷം രൂപയൊക്കെ കൈ കണ്ടാൽ മതി അല്ലേ? പിന്നെ ഈ വാല്യൂ ഉള്ള വണ്ടികൾ മോഡൽ കൂടിയതൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല ലോണും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. എന്തായാലും ഒന്ന് നോക്കിക്കോളൂ. ശരിക്കും ഒരു പുത്തൻ വണ്ടീൻ്റെ കണ്ടീഷനിലുള്ള ഒരു ഹോണ്ട സിറ്റി കാണിച്ചു തരാം. ഒരു സിംഗിൾ മൈന്യൂട്ട് സ്ക്രാച്ച് പോലും ഇല്ലാത്ത വണ്ടി കേട്ടോ. ഇതേതാ മോഡൽ? ഇത് 2019 മോഡൽ. 19 സിംഗിൾ ഓണർ. എത്ര ഓടിയുണ്ട്? ഇത് ആകെ ഓടിയത് 21,000. അതിന്റെ ആ ഒരു ക്വാളിറ്റി വണ്ടിക്ക് ഉണ്ടല്ലേ? ഇത് ശരിക്കും ഏതാ വേരിയന്റ് വരുന്നത്? ഇത് VX. അപ്പൊ എനിക്ക് തോന്നുന്നു ഫുള്ളിന്റെ നേരെ താഴെയുള്ള ഓപ്ഷൻ ആണ്. അതിൽ സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും, അതായത് ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. ഇതിന്റെ അകത്ത് ഇപ്പൊ ഇല്ലാത്തതായിട്ടൊന്നുമില്ല, ഒരുവിധം എല്ലാ സാധനവും ഉണ്ട്. പിന്നെ സൺറൂഫ് അല്ല, ഫുൾ ഓപ്ഷനായിട്ട് ചെറിയ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലുള്ളൂ അല്ലേ? അലോയ് വീൽസ് ഉണ്ട്, സൺറൂഫ് ഉണ്ട്, ഒട്ടുമിക്ക ബാക്കി എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട്. കീലെസ് എൻട്രി ഉണ്ട്, ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. പിന്നെ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അല്ലേ? അതായത് VX CVT ആണ് വരിക. അത്യാവശ്യം നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റും. മൈലേജ് ഒക്കെ എന്ത് കിട്ടും? ഒരു 10 to 15 നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കിട്ടും. ഈ 15 ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരിക്കലും സിറ്റിയിലൊന്നും കിട്ടൂല. അതൊക്കെ മാക്സിമം 10-12 ഇടയിലൊക്കെ നോക്കിയാൽ മതി. ഇതെന്താ നമുക്ക് പ്രൈസ് വരുന്നത്? ഇത് അതേ റേഞ്ച് തന്നെ വരുന്നത് 11,50. 11.5 ലക്ഷം രൂപ അല്ലേ? ക്ലീൻ വണ്ടിയാണ്. മാക്സിമം 11 രൂപ 10,400 റേഞ്ച് ലോൺ ചെയ്യാം. അത്രയും കിട്ടും അല്ലേ? അപ്പോൾ വളരെ നെഗോസിയേഷൻസ് ഒക്കെ കഴിയുമ്പോൾ എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഫുൾ ലോൺ തന്നെ ചെയ്യാൻ പറ്റും അല്ലേ? മാക്സിമം ആയിട്ട് ചെയ്യാം. കാരണം ഹോണ്ട സിറ്റി അത്രയും മാർക്കറ്റുള്ള വണ്ടിയാണ്. അതെ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 50,000 to 1 ലക്ഷത്തിന് ഇടയിൽ എങ്ങാനും കണ്ടാലും നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല വണ്ടികൾ കാണുമ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ശരിക്കും നിങ്ങളൊരു ബെൻസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക്, അതായത് ഇത് റീസെല് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വൻ ഡിപ്രീസിയേഷൻ ആണല്ലേ? പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് വലിയ എമൗണ്ട് വരും. ഇതിപ്പോ C220D അല്ലേ? C ക്ലാസ്, അതായത് ഏറ്റവും പുതിയ ഷേപ്പിൽ വന്ന വണ്ടിയാണ്. ഇതിപ്പോ ഏതാ മോഡലൊക്കെ? ഇത് 2022 10 മാസം ഡെലിവറി. 22 മോഡൽ 10 മാസം ഓൾമോസ്റ്റ് 23 വണ്ടി തന്നെ പറയാം അല്ലേ? എത്ര ഓടിയുണ്ട്? ഇത് 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 19,000 ആകെ 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള C220D ആണ്. ഇത് അത്യാവശ്യം മൈലേജും കിട്ടൂലേ? ഇത് 18 റേഞ്ചിലെ മൈലേജ് കിട്ടുന്ന 18 കിട്ടും അല്ലേ? ഡീസൽ ഹൈബ്രിഡ് ആണ്, അതാണ് മെയിൻ കാര്യം. അതായത് ഡീസലിൽ ഹൈബ്രിഡ് വരുന്ന വണ്ടിയാണ് കേട്ടോ. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ അത്രയും ക്ലീന്. നിങ്ങളൊരു ഷോറൂമിൽ, അതായത് പുതിയ ഒരു ഷോറൂമിൽ കയറി വണ്ടി എടുത്താൽ നോക്കുമ്പോൾ എന്താണോ നിങ്ങൾ കാണുന്ന അതേ കണ്ടീഷനിലുള്ളത്. ഈ വണ്ടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ലക്ഷങ്ങളുടെ ഡിപ്രീസിയേഷനിൽ എടുക്കാൻ പറ്റും അല്ലേ? ഇത് ശരിക്കും ഇതിന്റെ വേരിയന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് ഡീസൽ ഹൈബ്രിഡിൽ C ക്ലാസ്സിൽ ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. അതായത് പാനറമിക് സൺറൂഫ്, എല്ലാവിധ സാധനങ്ങളും വരും. ഇന്റീരിയർ ആണ് മെയിനായിട്ട് ഇതിന്റെ ഏറ്റവും വലിയ സംഭവം അല്ലേ? ഭയങ്കര രസമുണ്ട്. അതായത് നമ്മുടെ ആ ഒരു സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളെല്ലാം, ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭയങ്കര രസമായിട്ട് തന്നെ ചെയ്ത ഒരു വണ്ടിയാണ് കേട്ടോ. ഒട്ടുമിക്ക എല്ലാവിധ ഫീച്ചേഴ്സും വരും. മെയിനായിട്ട് പറയുന്നത് ഇതിനകത്ത് ബട്ടണുകൾ വളരെ കുറവാണ് അല്ലേ? ഫുള്ള് ടച്ചാണ്. അതായത് ആ സ്ക്രീനിലാണ് എല്ലാം ടച്ച് ചെയ്യുന്നത്.
ഒരു സൺറൂഫും ടച്ച് ആണ്, എല്ലാം ടച്ച്. സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലീൻ വണ്ടി. ഇത് പുതിയ എന്ത് വിലയുണ്ട്? ഇത് പുതിയ 76 ലക്ഷം രൂപ വരുന്നുണ്ട്. 76 ലക്ഷം. ഇപ്പൊ ഓൺ റോഡ് വരും. ഓക്കെ, അതായത് 76 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയാണ്. ഏകദേശം 19,000 കിലോമീറ്റർ ഓടി. ഇപ്പൊ നമ്മൾ എത്ര ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 62,50. 62.5 ലക്ഷം രൂപ. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു 10-15 ലക്ഷം രൂപയുടെ ഡിപ്രീസിയേഷനിൽ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബെൻസ് അല്ലേ? അതായത് പുതിയത് എടുക്കാൻ പോകുന്നെങ്കിൽ അടിപൊളിയായിട്ട് എടുക്കാം. അതെ. പുതിയത് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നിങ്ങളാണിത് പുതിയത് എടുത്തിട്ട് വിറ്റതെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പൈസ മാറ്റം വരും. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ലാഭമാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് വിട്ടാലും അത്രയും കുറയില്ല. എത്ര ആയാലും കുറയുന്നതിന് ഒരു കണക്കുണ്ടാവും. അതെ. അപ്പോൾ എന്തായാലും ഇത് നോക്കിക്കോളൂ കേട്ടോ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഹൈലൈനിൽ വണ്ടി അവൈലബിൾ ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ക്രെറ്റ ന്യൂ ഷേപ്പ് വണ്ടി അല്ലേ? ഇത് ഏതാ മോഡൽ? ഇത് 2021 മോഡൽ. 21 21 ഓട്ടോ ഒക്കെ എത്രയാ ഓടിയത്? 76,000 കിലോമീറ്റർ ഓടിക്കുന്നത്. സിംഗിൾ ഓണർ യൂസ് ആണ്. വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. 21 അപേക്ഷിച്ച് 76,000 പറയുമ്പോൾ അത്യാവശ്യം ഓടിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡീസൽ ഓട്ടോമാറ്റിക് അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ്. എന്തായാലും ഒരു 18-20 റേഞ്ച് മൈലേജ് എന്തായാലും കിട്ടും. അത് 18-20 ഇല്ലെങ്കിൽ ഒരു 15 to 16 ഒക്കെ ആ ഒരു 15-20 കിട്ടുന്നുണ്ട്. ലോങ് ഓടിയ വണ്ടിയാണ്. മാക്സിമം ലോങ് ഓട്ടോ ലോങ് ഡ്രൈവ് ഓടിയ ഹൈവേയിലൊക്കെ കിട്ടും എന്തായാലും. അപ്പോൾ ആ ഒരു റേഞ്ചിൽ മൈലേജ് പ്രതീക്ഷിക്കാം. പനോറമിക് സൺറൂഫ് ഉണ്ട്, അതുപോലെ തന്നെ അലോയ്സ് കാര്യങ്ങളെല്ലാം വരും. വെന്റിലേഷൻ കാര്യങ്ങൾ. അതെ, സീറ്റ് വെന്റിലേഷൻ ഉണ്ട്. പിന്നെ ഇന്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ. കറക്റ്റ് വേറെ എന്തെങ്കിലും തട്ടുമുട്ട് ആക്സിഡന്റ് റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മൈന്യൂട്ട് സ്ക്രാച്ചസ് ഞാൻ പറഞ്ഞല്ലോ, അത് സ്വാഭാവികമാണ്, എന്തായാലും ഉണ്ടാവും. ബമ്പറൊക്കെ സ്ക്രാച്ച് ആവാത്ത വണ്ടികൾ ഉണ്ടാവും. അതെ, അത് നമ്മുടെ കേരളത്തിൽ ഓടുന്ന വണ്ടികൾ ഉണ്ടാവില്ല. ഒരു റീപ്ലേസും ഇല്ലെന്ന് ഉറപ്പല്ലേ? റീപ്ലേസ് ഒന്നുമില്ല. പിന്നെ ഫ്രണ്ടിലൊക്കെ ഒന്ന് ഡീക്രോം ഒക്കെ ചെയ്ത് അത്യാവശ്യം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് വരുന്നത് 18,500,000 വരും. 18,75,000. നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? നെഗോഷ്യബിൾ ആണ്. മാക്സിമം ലോണും ചെയ്തു, ഫുൾ ലോണിന്റെ അടുത്ത് ചെയ്തു കൊടുക്കാം അല്ലേ? അത് പറഞ്ഞല്ലോ, മോഡൽ കൂടിയ വണ്ടികൾ മാക്സിമം നിങ്ങളുടെ സിബിലും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എനിക്ക് തോന്നുന്നു ഒരു 10-15 ലക്ഷം രൂപേന്റെ ഒക്കെ മേലേക്ക് വരുമ്പോൾ IT ഒക്കെ ചെയ്യണം തോന്നുന്നു അല്ലേ? IT ഉണ്ടെങ്കിലേ ഉള്ളൂ മാക്സിമം ചെയ്തു കൊടുക്കാൻ പറ്റും. കാരണം ഒക്കെ മോഡൽ കൂടിയ വണ്ടികൾക്ക് മാക്സിമം ലോൺ കിട്ടും. പക്ഷെ IT കൂടി ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നമുക്ക് മാക്സിമം ചെയ്തു കൊടുക്കാം അല്ലേ? അതായത് ഈ IT ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫുൾ ലോൺ കിട്ടും. IT ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലോൺ ഒന്നും കിട്ടില്ല. ബാക്കി നിങ്ങൾ നോക്കിക്കോട്ടെ. ഏകദേശം ഒരു 10 ലക്ഷം രൂപയൊക്കെ നോർമൽ ഉള്ള ആൾക്കാർക്കൊക്കെ എന്തായാലും അത്യാവശ്യം ട്രാക്കും കാര്യങ്ങളും IT അടിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ധൈര്യത്തിൽ ലോൺ ചെയ്തു കൊടുക്കും. അതെ, സാധാരണക്കാരാണ് IT ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളൊരു മോശമില്ലാത്ത ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ബാക്കി പൈസ ലോൺ കൊടുക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ക്ലീൻ വണ്ടിയാണ്. എല്ലാവരുടെയും ഇഷ്ട വാഹനങ്ങളിലൊന്നും അല്ലേ? അതായത് എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് ക്രിസ്റ്റ എന്ന് പറയുന്നത്. യാത്ര ചെയ്യാനാണെങ്കിലും ഓടിക്കാനാണെങ്കിലും എല്ലാം കൊണ്ട് ലോങ് ഡ്രൈവിനൊക്കെ പറ്റിയൊരു വണ്ടി. അതെ. ഏതാ മോഡൽ? ഇത് 2020 മോഡൽ, 21 രജിസ്ട്രേഷൻ. 20 മോഡൽ, 21 രജിസ്ട്രേഷൻ. ഇത് സെഡ് ഓട്ടോമാറ്റിക് ആണ്. സെഡ് ഓട്ടോമാറ്റിക് അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി അല്ലേ? എത്ര ഓടിയിട്ടുണ്ട്? ഇത് ഓടിയത് 40,000. 40,000 അത്ര ഓടിയിട്ടുള്ളൂ. ഡീസൽ വണ്ടി തന്നെ അല്ലേ? 40,000 എന്നൊക്കെ പറയുന്നത് വളരെ 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 ലോ കിലോമീറ്റർ ആണ്. അതിലും കുറഞ്ഞ വണ്ടിയൊക്കെ ഇപ്പോൾ യൂസ്ഡ് കിട്ടാൻ പാടാണല്ലേ? അതുപോലെ തന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒരു കുഴപ്പമില്ല. സ്ക്രാച്ചസോ ഡെന്റോ ഒന്നുമില്ല. നല്ല നീറ്റാണ്. എല്ലാവിധ ഫീച്ചേഴ്സും വരും അല്ലേ? ഫീച്ചേഴ്സ് ഉണ്ടാവും. ഇപ്പൊ മാനുവൽ ഇറങ്ങണുള്ളൂ ക്രിസ്റ്റ. ഡീസൽ ഓട്ടോമാറ്റിക് ഇറങ്ങുന്നില്ല. അതാണ് ഒന്നാമത് ഡിമാൻഡ് കൂടിയതാണ്. അതെ. ഇന്റീരിയർ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ നല്ല ക്ലീൻ ആണ്. ഇത് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോട്ടോ. അതായത് ഈ ഒരു കിലോമീറ്ററിൽ ഇത്രയും കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടികളൊക്കെ വളരെ കുറവായിരിക്കും. ഒരു റീപ്ലേസ്മെന്റ് റീപ്ലേസ് ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി, ഫുൾ കമ്പനി സർവീസ്, 4 പുത്തൻ ടയർ. വണ്ടി എടുക്കുന്ന ആൾക്ക് നോക്കണ്ട, പുതിയ ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-28 ലക്ഷം രൂപ പുതിയ വില വരുന്നില്ലേ? 28 അല്ല, 30 ഇറങ്ങുന്ന ടൈം 32 ലക്ഷം രൂപ. 32 ലക്ഷം രൂപ വിലയുണ്ട്. സോറി, ഏറ്റവും ഫുൾ ലോഡ്. ഇതിപ്പോ നമ്മൾ എത്രയാണ് കൊടുക്കാൻ വെച്ചിട്ടുള്ളത്? ഞങ്ങൾ ചോദിക്കുന്നത് 28. ഓൾമോസ്റ്റ് ഒരു 4-5 ലക്ഷം രൂപ ഡിപ്രീസിയേഷനിൽ എടുക്കാം അല്ലേ? ഇറങ്ങണില്ല. ഇത് ഈ വണ്ടി തരാൻ കിട്ടൂല. ഒന്നാമത് അതാണ് മെയിൻ അല്ലേ? ഓക്കെ, പ്രൈസ് നിങ്ങൾ വന്നിട്ട് സംസാരിച്ചോളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയുള്ള വണ്ടികൾക്കൊക്കെ ഈ ഒരു വിലയൊക്കെ ഉണ്ടാവും. കാരണം അങ്ങനത്തെ വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത്. എല്ലാം തന്നെ ലോ ബഡ്ജറ്റ് വണ്ടികൾ ഒന്നും തന്നെ ഇവിടെ ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പം എന്തായാലും 28,50,000 രൂപയ്ക്ക് 2021 രജിസ്ട്രേഷൻ അല്ലേ? 20 മോഡൽ, 21 രജിസ്ട്രേഷൻ. അതായത് ഇതിന്റെ എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 29/3/21 കേട്ടോ. ആ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം 28.5 ലക്ഷം രൂപയ്ക്ക്. മാക്സിമം ലോണും ചെയ്തു തരും കേട്ടോ. IT ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഏകദേശം ഒരു 25 രൂപ മുകളിൽ ലോൺ നല്ല ട്രാക്കുകളാണ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായാലും ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നിലവിലിപ്പോൾ 2 വർഷത്തോളം വെയിറ്റിംഗ് പീരീഡ്. അതായത് ഇന്ന് നിങ്ങൾ ബുക്ക് ചെയ്താൽ ഓൾമോസ്റ്റ് ഒരു 2 വർഷം കൊണ്ട് ഈ വണ്ടി പുതിയതൊരെണ്ണം നിങ്ങൾക്ക് കിട്ടുള്ളൂ. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ബുക്കിംഗ് നിർത്തി വെച്ചിട്ട് കുറച്ചായിട്ടുണ്ട്. ഇത് ശരിക്കും ഏതാ മോഡല്? ഇത് 2023 എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 6/2/2023 ആണ്. ഇത് പെട്രോൾ ഹൈബ്രിഡ് അല്ലേ? പെട്രോൾ ഹൈബ്രിഡ് ഫുൾ ഓപ്ഷൻ ZXO എന്ന് പറയും. ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കും കൂടിയാണ് കേട്ടോ.
ഇത് ശരിക്കും എത്ര ഓടിയിട്ടൊക്കെ ഉണ്ട്? ഇത് ആകെ ഓടിയത് 8500 കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, 8500 കിലോമീറ്റർ ഓടിയിട്ടുള്ള ടൊയോട്ടയുടെ ഹൈക്രോസ് ആണ്. 360 ഡിഗ്രി ക്യാമറ വരും, അതുപോലെ തന്നെ ഓട്ടോമിക്ക എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് പെട്രോൾ ഓട്ടോമാറ്റിക് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 15 to 18 ആ റേഞ്ചിൽ മൈലേജും കിട്ടും. 23 കമ്പനി പറയുന്നുണ്ട് അല്ലേ? 23 കമ്പനി പറയുന്നത്. അതെ അതെ അതെ. ക്ലീൻ വണ്ടിന്ന് 60 സ്പീഡ് വരെ പെട്രോൾ ആവശ്യമില്ല, ബാറ്ററിയിലാണ് ഓടുക. അതെ അതെ അതെ. പിന്നെ ക്ലീൻ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ക്ലീൻ വണ്ടിയാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അത്രയും നീറ്റ് വണ്ടി. അലോയ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. 8000 ഓടി ടയറാണ് കിടക്കുന്നത്. ഏകദേശം 8000 ഓടി ടയർ എന്ന് പറയുമ്പോൾ 90% ബാക്കിയുണ്ടെന്ന് തന്നെ പറയാം അല്ലേ? ഇതിപ്പോ വേറെ ഒരു തരത്തിലുള്ള ആക്സിഡന്റ് ഒന്നുമില്ല, ക്ലീൻ വണ്ടിയാണ്. എന്താ വില വരുന്നത്? 39,25,000. അതായത് 39,25,000 രൂപയാണ് ഇവരിന് ആസ്കിംഗ് പ്രൈസ്. ചെറിയ നെഗോസിയേഷൻസ് ഉണ്ടാവില്ല, ചെറുതായിട്ടും ചെയ്തു കൊടുക്കുക അല്ലേ? ഇപ്പൊ ഏകദേശം 40 ലക്ഷം രൂപ പുതിയതിന് വില വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ആ ഒരു വില ബുക്കിംഗ് എടുക്കുന്നില്ല. അതെ അതെ. ഇനിയിപ്പോ എന്തായാലും ബുക്കിംഗ് എടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും വിലയും കൂടും. 42 43 ഒക്കെ വരും. ഒരു അതായത് 1.5-2 വർഷം എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും മാറ്റങ്ങൾ വരും. അപ്പൊ ഇപ്പൊ ഇത് നിങ്ങൾ മേടിച്ചിട്ട് നിങ്ങൾക്ക് വേഗത്താണ്ട്. പിന്നെ ടൊയോട്ടയുടെ വണ്ടീന്റെ കാര്യങ്ങൾ നമുക്ക് അറിയാലോ, ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതെ, എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. എടുത്താലും അതിനുള്ള മുതലുണ്ടോ? അതെ അതെ അതെ. കാലങ്ങളോളം ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ വിൽക്കുമ്പോഴാണെങ്കിലും വളരെ എന്താ പറയുക, വില കുറച്ച് അതായത് ഡിപ്രിസിയേഷൻ കുറഞ്ഞ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ശരിക്കും ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ഒരു വണ്ടിയാണ് അമേസ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. CVT വരുന്ന ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റും, നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. മിനിമം 20 ഉറപ്പാണ്. 20-23 എന്തായാലും കിട്ടും. ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2019 VX ഏറ്റവും ടോപ്പ് വണ്ടി അല്ലേ? ഏറ്റവും ടോപ്പ് വണ്ടി. എല്ലാവിധ ഫീച്ചേഴ്സും വരും, കീലസ് എൻട്രിയും ബട്ടൺ സ്റ്റാർട്ടും വരും, അലവിലും എല്ലാ സാധനവും ഉണ്ട്. ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 19 എത്ര ഓടിയുണ്ട്? സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓടിയത് 95 ഓടിക്കണ്. ഫുൾ കമ്പനി സർവീസ് ഉണ്ട് അല്ലേ? കാരണം ഈ 95 ഓടുന്നതിന് വലിയ കുറ്റമൊന്നും പറയാനില്ല, കാരണം അത്രയും മൈലേജ് കിട്ടുന്ന നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ആയതുകൊണ്ടാണ് അത്രയും ഓട്ടം വരുന്നത്. സർവീസ് കഴിഞ്ഞാണ്ട് വെച്ചതാണ്, ഒന്നും നോക്കണ്ട. അടുത്ത 10,000 കിലോമീറ്റർ എണ്ണ അടിക്കുക ഓടുക, അത്രേ ഉള്ളൂ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ക്ലീൻ വണ്ടിയാണ്. പിന്നെ വേറെ എന്തെങ്കിലും അപാകത പറയാനുണ്ടോ? ഒന്നുമില്ല, അപാകതമായിട്ടൊന്നുമില്ല. കഴിഞ്ഞതാണ്, പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പ്രൈസ് വരുന്നത്? ഇത് പ്രൈസ് വരുന്നത് 8.25. 8,75,000 അല്ലേ? നെഗോഷ്യബിൾ ആവുമോ? നെഗോഷ്യബിൾ ചെറുതായിട്ടും ചെയ്ത് കൊടുക്കാം. ഓക്കെ, 8,75,000 രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു ഡീസൽ ഓട്ടോമാറ്റിക് CVT വണ്ടി കിട്ടും. അതും സിംഗിൾ ഓണർ വണ്ടിയാണ്. കറക്റ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ തരും കേട്ടോ. മാക്സിമം ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നല്ല അടിപൊളി വണ്ടിയാണ്. ഈ പറഞ്ഞ പോലെ ഇത്രയും വൃത്തിയുള്ള വണ്ടികൾ വളരെ റെയർ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹൈലൈനിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ. ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ മേൽഭാഗത്ത് തന്നെ ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. അത്യാവശ്യം മോഡൽ കൂടിയിട്ടുള്ള ന്യൂ ഷേപ്പിൽ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് AMT വരുന്ന വണ്ടി അല്ലേ? ഡസ്റ്റർ. ഏതാ മോഡൽ? ഇത് 2018 മോഡൽ, 19 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ഓടിയുണ്ട്? ഓടിയത് 1.17 ഓടിക്കുന്നത്. ഫുൾ കമ്പനി സർവീസ് ആണ്. 1.17 ഓടിയില്ല. ഓട്ടം കുറച്ച് കൂടുതലാണ്, എന്നിരുന്നാലും പ്രോപ്പറായിട്ട് സർവീസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? എല്ലാം കമ്പനി സർവീസാണ്, സിംഗിൾ ഓണർ ആണ്. എല്ലാം കാണിച്ചു കൊടുക്കാം. നല്ല ക്ലീൻ ആണ് വണ്ടി മെയിനായിട്ട്. അതേപോലെ തന്നെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഞാൻ പറഞ്ഞു RX-Z ആണ്. എല്ലാവിധ ഫീച്ചേഴ്സും വരും കേട്ടോ. ക്രൂയിസ് കൺട്രോൾ അടക്കം വരും. ഇന്റീരിയർ ആണെങ്കിലും മോശമൊന്നുമില്ല. ആ കിലോമീറ്റർ ഓടിയതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇതിനകത്ത് കാണുന്നില്ല. ലോങ് ഓട്ടോ ഓടിയതുകൊണ്ടുള്ള കിലോമീറ്ററിന്റെ പ്രശ്നമാണ് അല്ലേ? മേജറായിട്ടുള്ള വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. പ്രോപ്പർ സർവീസ് ഉണ്ടല്ലോ അല്ലേ? പക്ക കമ്പനി സർവീസാണ്. അടിപൊളി. അപ്പോൾ എന്തായാലും നല്ലൊരു ഡീസൽ ഓട്ടോമാറ്റിക് കോമ്പാക്ട് SUV ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഇത് 85 അല്ലേ വരുള്ളൂ? ഇത് 110 ആണ്. പവർ കൂടും അത്യാവശ്യം. 110 അല്ലേ വരിക? 110 ആകുമ്പോൾ അത്യാവശ്യം പുള്ളിങ്ങും കാര്യങ്ങളും കൂടുതലായിരിക്കും. അതെ. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഒരു 15-16 എന്തായാലും മൈലേജ് കിട്ടൂലേ? 17 മൈലേജ് കിട്ടുന്നതാണ് പറഞ്ഞത് അല്ലേ? ഓക്കെ, അത് നിങ്ങൾ നോക്കണ്ട. ഒരു 15, 16, 17 ആ ഒരു റേഞ്ചിൽ നിങ്ങൾ മൈലേജ് കൂട്ടിയാൽ മതി. എന്താ നമുക്ക് വില വരുന്നത്? റേറ്റ് എന്താ? ഇതിന് വില വരുന്നത് 8 ലക്ഷം. 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ചെറുതായിട്ടൊക്കെ ചെയ്ത് കൊടുക്കാം അല്ലേ? 8 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 2018 മോഡൽ 19 വണ്ടി എടുക്കാം കേട്ടോ. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള മോഡൽ കൂടിയിട്ടുള്ള ഒരു സ്വിഫ്റ്റ് അല്ലേ? ഇതേതാ മോഡൽ? സ്വിഫ്റ്റ് 2021 ആണ്. എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 31/8/2021. പിന്നെ കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിട്ടൂലേ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഏകദേശം ഒരു 18-20 മൈലേജും കിട്ടും.
ഇന്റീരിയർ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്തിട്ടുണ്ട്. ഇത് VX ആണ്. VX AGS സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. AGS സ്പോർട്ട് അല്ലേ? ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് ഇറങ്ങിയ. അതെ അതെ. അതിൽ ചെറിയ ചെറിയ ഫംഗ്ഷൻസ് അല്ല ഫീച്ചേഴ്സിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. നിങ്ങളൊന്ന് നോക്കിക്കോളൂ. കുറച്ച് പുള്ളിങ് കൂടും. അതെ അതെ അതെ. പവറും കൂടുതൽ ഉണ്ടാവും അല്ലേ? അതുപോലെ തന്നെ അലോവിലോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഒക്കെ കമ്പനി സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. ബാക്കിൽ എക്സ്ട്രാ സീറ്റ് കവർ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. റീപ്ലേസ് ഒന്നുമില്ല. ബാക്കിൽ 2 പുതിയ ടയർ കിടക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടില് കുറച്ച് 29 കോടി ടയറാന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. ക്ലീൻ വണ്ടി. ഇത് ബ്ലാക്ക് റൂഫ് ആക്കിയതായിരിക്കും. സ്റ്റിക്കർ ചെയ്താണ്. നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് വരുന്നത് 760. 7,60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2021 മോഡല് സിംഗിൾ ഓണർ. അതെ അതെ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള, അതായത് AGS സ്പോർട്ട് എന്ന് പറഞ്ഞാൽ VX വണ്ടി കിട്ടും. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉണ്ടാവും. വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും അന്ന് ഇറങ്ങുന്ന ടൈമിന് 10 ലക്ഷം രൂപേന്റെ അടുത്ത് വിലയുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. 7,60,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. പ്രൈസുകൾ ഇപ്പൊ പറഞ്ഞ പ്രൈസുകളൊന്നും നോക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് പരമാവധി കുറയ്ക്കാൻ പറ്റുന്ന കുറച്ച് കൊടുക്കും അല്ലേ? സുന്ദരമായിട്ടൊരു 6.5 ലക്ഷം രൂപ ലോൺ കിട്ടും. ഏകദേശം ഒരു 1 ലക്ഷം രൂപേന്റെ ഉള്ളിൽ കണ്ടോളൂ. അത്രയൊന്നും വേണ്ടി വരില്ല. നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ലോൺ കിട്ടും അത്രത്തോളം ഇവർ വാങ്ങിച്ചു തരും കേട്ടോ. ശരിക്കും വണ്ടിയെ സ്നേഹിക്കുന്നവരെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള, അതായത് ബെൻസ് ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ്. അതായത് സ്പോർട്ട് ലുക്കാണ്. അതായത് ആ ഒരു കൂപ്പേ ഡിസൈൻ ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ്. അതായത് ഫ്രെയിംലെസ് ഡോർസ് വരും. ഇത് CLA 200 ഡീസലാണ്. ഏതാ മോഡല്? ഇത് വരുന്നത് 2017 മോഡൽ. 17 എത്ര ഓടിയുണ്ട്? ഓടിയത് 49,000 കിലോമീറ്റർ ഓടി. 44 സർവീസ് കമ്പനിയും ചെയ്തതാണ് അല്ലേ? അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. കേരള വണ്ടി കേട്ടോ. ഒറിജിനൽ കേരള അല്ലേ? സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ. ഇന്റീരിയർ സെക്കൻഡ് ഓണറാ. ഓക്കെ. ഇന്റീരിയറിന്റെ ഗുണം എന്ന് പറയുന്നത് സീറ്റ് ആണെങ്കിലും എല്ലാ സംഭവങ്ങളും ആ ഒരു സ്പോർട്ടി ലുക്ക് തന്നെയാണ്. ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഒരു 95% ടയറും ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. കമ്പനി ഹിസ്റ്ററിയുള്ള ഒരു 15-18 മൈലേജ് കിട്ടും. 18 കിട്ടും. എന്തായാലും കിട്ടും അല്ലേ? 15 to 18 അത് നിങ്ങൾ നോക്കിയോ, ഉപയോഗിക്കുന്നതിനനുസരിച്ച് കിട്ടും. പനോറമിക് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുവാൻ സൺറൂഫ് ഓപ്പൺ ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പനോറമിക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. വൈഡായിട്ട് ഓപ്പൺ ആവുന്ന വണ്ടിയാണ് ഇത്. ശരിക്കും നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് വരുന്നത് 27,75. 27,75,000. 2017 മോഡൽ, ലോ കിലോമീറ്റർ അല്ലേ? നെഗോഷ്യബിൾ ചെയ്യാം. അതെ അതെ അതെ. മാക്സിമം നിങ്ങൾക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ കുറച്ച് തരും. പിന്നെ നല്ല നല്ല വണ്ടികൾ ഇതുപോലത്തെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ. കമ്പനി സർവീസ് ആണ്. മെയിനായിട്ട് പറയേണ്ടത് വൃത്തി തന്നെയാണ് അല്ലേ? വണ്ടി ക്വാളിറ്റി, ആ ഒരു ക്വാളിറ്റി എന്തായാലും മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ കമ്പനി സർവീസ് ചെയ്യണം. അതെ അതെ അതെ. അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ക്ലീൻ വണ്ടി ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ. 27,75,000 രൂപ. ഒരു 25 സുഖമായിട്ട് ലോൺ കയറും. 25 ലക്ഷം രൂപ ID ഉണ്ട്. എന്തായാലും അതിന് മേലെ ലോൺ കയറും. അത് നിങ്ങളുടെ നല്ല ട്രാക്കും, ഞാൻ പറഞ്ഞില്ലേ, നല്ല ട്രാക്കും ഉള്ള എല്ലാ ആൾക്കും വന്നാണ് ധൈര്യത്തിൽ ലോൺ എടുത്തു പോവാം. ഓക്കെ. എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. ക്ലീൻ വണ്ടിയാണ്. ഫാൻസി നമ്പറും ഉണ്ട്. അതെ അതെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഹൈലൈൻ ന്യൂസ് കാർസിൽ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ്. അവസാനത്തെ വണ്ടി നല്ല അടിപൊളി ഒരു i10 നിയോസ്. അതായത് ന്യൂ ഷേപ്പിൽ വന്ന ഒരു i10 തന്നെ വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടി വലിപ്പം ഉണ്ടാവും പഴയതിനെ വെച്ചിട്ട്. ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2022 മോഡൽ. 22 ആസ്റ്റാ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്കാ. അതായത് AT ട്രാൻസ്മിഷൻ വരുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ 18/7/2022 ആണ് ഇതിന്റെ എക്സാക്ട് ഡെലിവറി ഡേറ്റ്. എന്തെങ്കിലും തട്ടുമുട്ട ആക്സിഡന്റ് ഒരു റീപ്ലേസ് ഇല്ല. ആകെ 14,500 ഓടിയിട്ടുള്ളൂ. ഒറ്റ സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? 14,500. അത്രയും ലോ കിലോമീറ്റർ ഓടിയ വണ്ടി. എനിക്കൊന്ന് നിയോസ് ഇപ്പൊ നിർത്തിയില്ല. നിയോസ് ഇപ്പൊ ഇറങ്ങുന്നത് വേറെ മോഡലാണ്. ചെറിയ വ്യത്യാസമുള്ളൂ. ബമ്പർ, ബാക്ക് ബമ്പർ കാര്യങ്ങളൊക്കെ വ്യത്യാസമുള്ളൂ. ബാക്കി ഷേപ്പും കാര്യങ്ങളൊക്കെ ഒരുപോലെ. ഇത് ആസ്റ്റയും കൂടിയാണ്. എല്ലാവിധ ഫീച്ചേഴ്സും വരും. ഇന്റീരിയർ ആണെങ്കിലും നല്ല ക്ലീൻ ആണ്. പുതിയതിന് 10 ലക്ഷം രൂപ അടുത്ത് വരുന്നുണ്ട്. വില വരുന്നുണ്ട് അല്ലേ? മെയിൻ ആയിട്ട് പറയേണ്ടത് സ്ത്രീകൾക്ക് പറ്റിയ അടിപൊളി വണ്ടി. അതായത് വണ്ടി AT ആയതുകൊണ്ട് പിന്നെ ഏതൊരു വൈക്കും കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ചെറിയൊരു വൈക്ക്. അതെ അതെ അതെ. ആ ഗിയർ ബോക്സും എല്ലാം സ്ത്രീകൾക്ക് പറ്റുന്നത് തന്നെയാണ് കേട്ടോ. എത്ര വില വരുന്നത്? ഇത് വരുന്നത് 8.30. 8,30,000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. നല്ല രീതിക്ക് തന്നെ നെഗോഷ്യബിൾ ആവും. നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു 7.5 സുഖമായിട്ട് ലോൺ കയറും. ഞാൻ IT ട്രാക്ക് നല്ല ട്രാൻസാക്ഷൻ ഉള്ള ആൾക്കാർക്ക് എപ്പോഴും എന്തായാലും നല്ല ലോണ് ബാങ്ക് കൊടുക്കും. അടിപൊളി. എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ, ക്വാളിറ്റി ഉള്ള വണ്ടി നോക്കുന്നവർ. അപ്പോൾ എന്തായാലും നമ്മുടെ ഹൈലൈൻ ന്യൂസ് ചാർട്സിൽ ഞാൻ ഇന്ന് കാണിച്ച ഇത്രയധികം വണ്ടികളിൽ ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ മേലെ അറിയണമെന്നുണ്ടെങ്കിൽ ശ്യാമിന്റെ നമ്പറൊക്കെ ഞാൻ വീഡിയോന്റെ മേലെ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? വാട്സപ്പിൽ അയച്ചു കൊടുക്കൂലേ? എല്ലാ ഡീറ്റെയിലും ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയച്ചു കൊടുക്കാം. ഫോണിലേക്ക് കൊടുക്കാം അല്ലേ? പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും അതുപോലെ തന്നെ ഇവിടെയുള്ള വണ്ടികൾ എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുന്നു അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാനുള്ള സകല സൗകര്യം കമ്പനി കൊണ്ടുപോയിട്ടോ എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. കാരണം ഞങ്ങൾ പറഞ്ഞതിന്റെ മുകളിലേക്ക് ഒന്നും ഉണ്ടാവില്ല എന്നാൽ ഞങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി കോൺഫിഡൻസ് ആണ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ. അത് നിർബന്ധമാണ് എന്തായാലും. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.